ശ്രീ പ്രകാശ് പി തോമസ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് തന്നെയാണോ മുഴുവൻ ക്രൈസ്തവ സഭകളുടെയും നിലപാട്? ബി.ജെ.പിയെ അകറ്റി നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല, സമദൂരത്തിൽ ബി.ജെ.പിയുമുണ്ട്. പക്ഷേ ഇതാണ് പ്രശ്നം, അത് ഇടയ്ക്കിടയ്ക്ക് അത് ഉയർന്നു വരികയും ചെയ്യുകയാണ്. വടക്കേ ഇന്ത്യയിൽ സംഘപരിവാർ നടത്തുന്ന ആക്രമണങ്ങൾ അത് തടയുവാൻ കേന്ദ്ര സർക്കാരും കേന്ദ്രം ഭരിക്കുന്ന ബി.ജെ.പിയും ഇടപെടുന്നില്ല. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി പറഞ്ഞത് ക്രിസ്തുവിൻ്റെ നിലപാടാണ്. ക്രിസ്തുവിൻ്റെ നിലപാടാണ് സഭകൾ എക്കാലത്തും പിന്തുടർന്നു വന്നത്. ക്രിസ്തുവിൻ്റെ നിലപാട് പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്തത് കറക്റ്റ് ചെയ്തു കൊണ്ടുവന്ന് അവരെ നന്മയിലേക്ക് നയിക്കുക എന്നത് ക്രിസ്തുവിൻ്റെ നിലപാടാണ്. പരിശുദ്ധ തിരുമേനി പറഞ്ഞേക്കുന്നത് ഒരു സഭയ്ക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും പ്രത്യേകിച്ച് മമതയില്ല, അകൽച്ചയുമില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിന് കാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ നോക്കിയാൽ നമുക്കറിയാം, ക്രൈസ്തവ സഭ എന്നും രാഷ്ട്രത്തിൻ്റെ നന്മയെ കരുതി മാത്രമേ നിലകൊണ്ടിട്ടുള്ളൂ. ഉദാഹരണമായി ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചിരുന്നപ്പോൾ ബ്രിട്ടീഷുകാരുടെ മതം നോക്കിയാൽ അത് ക്രിസ്തുമതമാണ്. എന്നാൽ ഈ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം വേണം എന്ന നിലപാടെടുത്തുകൊണ്ട് ശക്തമായി മുൻപോട്ട് പോയവരാണ് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സമൂഹത്തിനെന്നും രാഷ്ട്രത്തിൻ്റെ നന്മയാണ് പ്രധാനം. ഈ രാഷ്ട്രത്തിൽ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. അതിലൊന്നാണ് ബി.ജെ.പി. CPM ആയാലും കോൺഗ്രസ് ആയാലും കേരള കോൺഗ്രസ് ആയാലും ഇതെല്ലാം വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഒന്നിനോടും പ്രത്യേകിച്ച് മമതയില്ല, ഒന്നിനോടും പ്രത്യേകിച്ച് എതിർപ്പില്ല. ഓരോരുത്തരും എടുക്കുന്ന നിലപാടുകളോടുള്ള പ്രതികരണം മാത്രമാണ് സഭയ്ക്കുള്ളത്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നു എന്നത് സത്യമാണ്. അതുമാത്രമല്ല, ക്രൈസ്തവരുടെ സഹായമില്ലാതെ ബി.ജെ.പിക്ക് ജയിക്കുവാൻ കഴിയില്ല. ഇത് സഭയും തിരിച്ചറിയുന്നുണ്ടല്ലോ അല്ലേ? അതുകൊണ്ടൊരു സമ്മർദ്ദം കൂടി ഇക്കാര്യത്തിൽ ഉണ്ട്. കേന്ദ്രം ഭരിക്കുന്ന ബി.ജെ.പിയോട് അടുത്ത് നിൽക്കുവാനേ സഭകൾ ശ്രമിക്കൂ. കാരണം അവർക്ക് അതിൻ്റേതായ കാരണങ്ങളുണ്ട്. സഭാ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയോടും അകൽച്ച വെച്ച് പുലർത്തുകയില്ല. ഇത് ക്രൈസ്തവ സഭകൾ എന്നും അനുവർത്തിച്ചിട്ടുള്ള ഒരു ശീലമാണ്. അതിപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു സമ്മർദ്ദം കൂടി, ഞങ്ങളുടെ സഹായമില്ലാതെ നിങ്ങൾക്ക് ജയിക്കുവാൻ കഴിയുകയില്ല, അപ്പോൾ ഞങ്ങളുടെ നിബന്ധന പാലിക്കണം. പക്ഷേ അവിടെയും മറ്റു പ്രശ്നമുണ്ടല്ലോ. ബി.ജെ.പിക്ക് ഈ സംഘപരിവാറുകളുടെ കാര്യത്തിൽ ഇടപെടുന്നതിനുള്ള പരിമിതിയുണ്ട്. അതും സഭ മനസ്സിലാക്കുന്നുണ്ട്. സഭയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു സമ്മർദ്ദ ഗ്രൂപ്പായിട്ട് മാറാൻ സഭ ശ്രമിച്ചിട്ടില്ല. സഭ അതിൻ്റെ നിലപാടുകൾ ക്രിസ്തു ദർശനത്തിൽ അധിഷ്ഠിതമായി പറയുകയാണ് ചെയ്യുന്നത്. കേന്ദ്രം ആര് ഭരിച്ചാലും, കേരളം ആര് ഭരിച്ചാലും, പഞ്ചായത്ത് ആര് ഭരിച്ചാലും ഭരിക്കുന്നവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസ സമൂഹമാണ് സഭ. അതുകൊണ്ട് തന്നെ ആര് ഭരിച്ചാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രിയാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രിയാണ്. അവർ നമ്മെ ചേർത്ത് നിർത്താൻ തയ്യാറാകുമ്പോൾ നാം അവരോടൊപ്പം ആയിരിക്കും. ഇപ്പോൾ ബി.ജെ.പി നമ്മെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുമ്പോൾ അഭിവന്ദ്യ തിരുമേനി പറഞ്ഞതുപോലെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, അത് നമുക്ക് ബോധ്യമാകേണ്ടിയിരിക്കുന്നു. ഇവിടെ തന്നെ സംഭവിക്കുന്നത് കേന്ദ്ര സർക്കാരും ബി.ജെ.പിയും ക്രൈസ്തവ സമൂഹത്തോട് അടുപ്പം കാട്ടുമ്പോഴും പ്രാദേശിക തലത്തിൽ ചില തീവ്രവാദ സമൂഹങ്ങൾ, അതായത് ഹിന്ദു തീവ്രവാദ സമൂഹങ്ങൾ, ഞാനത് പറയുമ്പോൾ ഹിന്ദുമതത്തിൽ മാത്രമാണ് തീവ്രവാദ സമൂഹമുള്ളത് എന്ന് കരുതുന്നില്ല. ക്രൈസ്തവ വിശ്വാസത്തെ ഹനിക്കുവാനായി പല തീവ്രവാദ ഗ്രൂപ്പുകളിൽ ലോകമെമ്പാടും ഇടപെടുന്നുണ്ട്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു തീവ്രവാദ ഗ്രൂപ്പുകൾ ഇടപെടുമ്പോൾ അവയെ നിലയ്ക്ക് നിർത്തുവാനും കുറ്റവാളികൾക്കെതിരെ കർശന നിലപാടെടുക്കുവാനും അവരെ ഇനി ഇത് ആവർത്തിക്കത്തില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിക്കുവാനും കേന്ദ്ര സർക്കാർ തയ്യാറാകണം, ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണം. ഈ അടുത്ത സമയത്തുണ്ടായ ദുഃഖമെന്ന് പറയുന്നത് ബജ്രംഗ് ദൾ പ്രവർത്തകർ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ കേസെടുത്തു എന്ന് കേൾക്കുന്നു. അത് വളരെ ദുഃഖകരമാണ്. ഈ രാഷ്ട്രത്തിൻ്റെ ഭരണഘടന, പരിശുദ്ധ പിതാവതാ പറഞ്ഞതാണ്, ഈ രാഷ്ട്രത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കപ്പെടണം. അത് ശരി. പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അപ്പോൾ ക്രൈസ്തവ നയതന്ത്രത്തിനെ പൂർണ്ണമായും തള്ളാതെയാണ് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ഇത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നടക്കുന്ന കാര്യമല്ല എന്നുള്ള ഒരു തിരിച്ചറിവും സഭകൾക്കുണ്ടെന്ന് തോന്നുന്നു. വിശ്വാസികളും അതിലാണ്. കാരണം ഇത് കുറേ നാൾ ഇങ്ങനെ കുഴപ്പമില്ലാതെ പോകും, പക്ഷേ എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടാകും വടക്കേ ഇന്ത്യയിൽ, അതോടുകൂടി ഇത് തകരും. അപ്പോൾ സഭയ്ക്ക് വിശ്വാസികളോടൊപ്പം നിൽക്കുവാനേ കഴിയുകയുള്ളൂ. അതല്ലെങ്കിൽ അവിടെ വിമർശനം നേരിടേണ്ടി വരുന്നത് സഭാ നേതൃത്വങ്ങൾക്കായിരിക്കും. അതുകൊണ്ട് അവർ വിശ്വാസികൾക്കൊപ്പം നിന്ന് തന്നെ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുകയും ചെയ്യും. അതോടുകൂടി അതവിടെ പൊളിയും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും അത് അരമനകളിൽ വന്ന് സംസ്ഥാനത്തെ ബി.ജെ.പി നേതാക്കൾ ചർച്ചകൾ നടത്തും. അങ്ങനെ വീണ്ടും അത് പാച്ചപ്പ് ചെയ്തു പോകും. പക്ഷേ പിന്നീട് വീണ്ടും എന്തെങ്കിലും സംഭവിക്കുന്നു, അതോടെ വീണ്ടും പഴയ രീതിയിലേക്ക് ആവുകയും ചെയ്യും. അതുകൊണ്ട് ഇത് സമീപകാലത്ത് ഇങ്ങനെ കുറേ കണ്ടതാണ്.
ഈ സഭ ഒരിക്കലും, സഭാ നേതൃത്വം ഒരിക്കലും വിശ്വാസികളുടെ വിമർശനത്തെ ഭയന്ന് ചെയ്യുന്നതല്ല. നിലപാടുകൾ പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇഷ്യൂ ബേസ്ഡ്, വടക്കേ ഇന്ത്യ മാത്രമല്ല, ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിലാണെങ്കിലും മാരാമൺ കൺവെൻഷനുമായി ബന്ധപ്പെട്ടൊരു പരാമർശം ഉണ്ടായി. ഈ വർഗീയത നിറഞ്ഞ പരാമർശം ഉണ്ടാകുകയും അതോടൊപ്പം തന്നെ വർഗീയത നിറഞ്ഞ ഇടപെടലുകൾ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ അതിനെ നിയന്ത്രിക്കുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെങ്കിൽ സഭ അത് പറയുന്നു. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ തന്നെയും ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണം. അത് പറയുമ്പോൾ സഭയ്ക്ക് ഇടതുപക്ഷ സർക്കാരിനോടുള്ള എതിർപ്പല്ല. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഏകദേശം 1000 ദിവസമായിട്ടും അത് പൂഴ്ത്തിവെക്കുമ്പോൾ അതിൽ സഭ തെറ്റ് കാണുന്നു. അന്നേരം തെറ്റിനെയാണ് എതിർക്കുന്നത്. സഭയ്ക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് അമിതമായ താല്പര്യമോ അമിതമായ വെറുപ്പോ ഇല്ല. ആര് നന്മ ചെയ്താലും അത് ശരിയാണെന്ന് പറയും. ശ്രീ ഡോക്ടർ B. ജയ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.